اهدنا الصراط المستقيم. चल दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख। चल दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख। ज़मज़म की तरह काम है, हिजरत का अमल है, ईमान की लज्जत का फजीलत का अमल है, अल्लाह से लेने का मग़फ़िरत का अमल है, अमल बनाने का हिदायत का अमल है। इस रास्ते में खुद को बदलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख। चल 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 दीन की तबलीग में चलने का मजा देख। തബ്ലീഗ് ജമാഅത്ത് എന്നൊരു വിഷയം പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാനം പറയേണ്ടതുണ്ട്. സ്റ്റേജ് മേൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വാസം ആണ് അടിസ്ഥാനമായിട്ട് തുടങ്ങാറുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രപരമായ ഒരു തുടക്കത്തിലേക്കാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. അതാണ് പൂർത്തിയാക്കിയിട്ട് ബാക്കി ആദർശത്തേക്ക് നമുക്ക് കടക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ പ്രഥമ വഹാബിയായി അറിയപ്പെടുന്ന ആള് ഇസ്മായിൽ ദഹ്ലവി എന്ന മനുഷ്യനാണ്. തബ്ലീഗുകാർ അയാളെ പറ്റിയിട്ട് ഇസ്മായിൽ ഷഹീദ് എന്നാണ് അറിയപ്പെടാറുള്ളത്. ഇസ്മായിൽ ഷഹീദ് പറഞ്ഞാൽ അവർ പറയുന്നത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളെന്നാണ്. പക്ഷെ ഞാൻ ഉത്തരേന്ത്യ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ബറേൽവി സുന്നികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് സുന്നികളെ മുഴുവനും കാഫറാക്കിയപ്പോൾ അയാളെ തച്ചുന്നതാണ് സുന്നികൾ. അങ്ങനത്തെ ഷഹീദാണ് പറയണത്. ഏതായിരുന്നാലും ഓരോ ഭാഷയിൽ ഷഹീദാണ്. അതാണ് ഇസ്മായിൽ ഷഹീദ് ദഹ്ലവി. ആള് അറിയപ്പെട്ട ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ പോത്തത്തെ എന്നാണ് ഓരോ കിതാബൊക്കെ ഉണ്ട്. ഞാൻ മലയാളത്തിൽ തന്നെ പറയല, പോത്ത് എന്ന് തന്നെ പറയല്. അതായത് പേരക്കുട്ടി എന്നാണ് ഉറുദുവിൽ പോത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മകന. അതേ സമയത്ത് ഇസ്മായിൽ ദഹ്ലവി ഷാഹുല്ലാ ദഹ്ലവി റഹ്മത്തുള്ളാഹിന്റെ മകൻ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അമ്മാവനും ഉസ്താദുമാണ് ഈ അബ്ദുൽ അസീസ് ദഹ്ലവി എന്നർത്ഥം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തബ്ലീഗ് ജമാഅത്ത് ഒരു വിശകലനം എന്ന പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ പത്തപ്പെരിയം അബ്ദുർ റഷീദ് സഖാഫി നടത്തിയ വിഷയാവതരണത്തിന്റെ തുടക്കത്തിലെ ക്ലിപ്പാണ് ഞാൻ മുകളിൽ. അതിൽ അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് പറയുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നത് ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ള മുതലാണ്. അദ്ദേഹം ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളയോട് എത്രത്തോളം അദ്ദേഹത്തിന് ദേഷ്യമുണ്ട് എന്നതിന്റെ തെളിവാണ് തുടക്കത്തിൽ തന്നെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളയുടെ ചെറുമകനാണ് ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ള എന്ന് ഉറുദുവിൽ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ഹൂത്തേത്തെ എന്നുണ്ട്. അതുകൊണ്ട് അബ്ദുർ റഷീദ് സഖാഫി പറയാറുള്ളത് ഷാ ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളയെ സംബന്ധിച്ച് പോത്ത് എന്നാണ്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളയുടെ പോത്ത് എന്നാണ്. കാരണം ഇദ്ദേഹത്തിന് മൃഗങ്ങളോട് വളരെയധികം കമ്പമാണ്. നമുക്കറിയാം അദ്ദേഹം എത്രയോ സ്റ്റേജുകളിൽ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നതിനേക്കാളും നല്ലത് ചത്ത കാളയെയും കഴുതയെയും ഓർക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ്
ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു നടന്നു. അവസാനം അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. എവിടെയാണ് ചട്ടകാളയും കഴുതയും എന്ന് ചോദിച്ചപ്പോൾ അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചട്ടകാളയും കഴുതയും എന്നൊക്കെ പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അങ്ങ് പറയുന്നതല്ലേ, അത് ചത്തിട്ടില്ല, ജീവനോടുകൂടി ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞ് തലിസലാമത്താക്കിയ അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പിരിയം ഇവിടെയും ഷാ ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ലത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഈ വോയിസിലൂടെ അദ്ദേഹം പ്രധാനമായി സൂചിപ്പിക്കുന്ന വിഷയം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വഹാബി പ്രചാരണം നടത്തിയ വ്യക്തിയാണ് സയ്യിദ് ഷഹീദ് ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത് അദ്ദേഹം ഉന്നയിക്കുന്നത് തബ്ലീഗുകാരുടെ വിശ്വാസം അദ്ദേഹം ഷഹീദാണ് എന്നാണ്. എന്നാൽ ഉത്തരേന്ത്യയിലെ ബറേലവികളുടെയും കേരളത്തിലെ ബറേലവി സമസ്തക്കാരുടെയും വിശ്വാസം അദ്ദേഹം ഷഹീദല്ല, സുന്നത്തിനെതിരായി സംസാരിച്ചതിന്റെ പേരിൽ സുന്നികൾ തല്ലി കൊന്നതാണ്, അതുകൊണ്ട് അദ്ദേഹം ഷഹീദല്ല എന്നാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം മദ്ഹബിനെ പിന്തള്ളിയ വ്യക്തിയാണ് എന്നാണ്. ഈ മൂന്ന് ആരോപണങ്ങളാണ് അദ്ദേഹം ഈ വോയിസിലൂടെ ഉന്നയിക്കുന്നത്. അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ഇവിടെ പരിശോധിക്കുക. ആദ്യമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പത്തപ്പിരിയം അബ്ദുൾ റഷീദ് സഖാഫി യഥാർത്ഥത്തിൽ ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ മഹാനവർകളെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മകളുടെ മകനായിട്ടും ഷാ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ സഹോദരിയുടെ മകനായിട്ടുമാണ് പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഷാ ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മകനായ അബ്ദുൽ ഒനി എന്ന് പറയുന്ന മകന്റെ മകനാണ്. അഥവാ ഷാഹ് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ സഹോദരന്റെ പുത്രനാണ് ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹി. ഈ വിവരം പോലും ബഹുമാനപ്പെട്ട ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹിയെ പോത്തെന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ച് വിഷയാവതരണം നടത്താൻ വന്ന പത്തപ്പിരിയം അബ്ദുൾ റഷീദ് സഖാഫിക്ക് തിരിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വഹാബിസം പ്രചരിപ്പിച്ച ആളാണ് സയ്യിദ് ഷഹീദ് ഷാ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി. ഈ ഒരു വാദം യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ ബറേലവികൾക്ക് പോലും ഉത്തരേന്ത്യയിലെ ബറേലവികളുടെ വാദം നേരെ തിരിച്ച. എന്നാൽ കേരളത്തിലെ ബറേലവി സമസ്തക്കാർക്കാണ് ഈ പുതിയ ഒരു കണ്ടുപിടുത്തം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹംബി ബറേലവി ഹൈ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്ന അബ്ദുൾ റഷീദ് സഖാഫിയെ പോലുള്ളവർക്ക് എവിടെ നിന്നാണ് ഈ ചരിത്രം കിട്ടിയത്? ചരിത്രത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയാവതരണം ഇവിടെ നടത്തിയിരിക്കുന്നത്. കാരണം വഹാബികൾ എന്ന പദപ്രയോഗം തന്നെ ഇംഗ്ലീഷുകാർ സമ്മാനമായി ഉത്തരേന്ത്യയിലെ ബറേലവികൾക്ക് നൽകിയതാണ്. അവരുടെ ശിർക്ക് ബിദ്അത്തുകളെയൊക്കെ എതിർത്തിരുന്നവരെ വിളിച്ചിരുന്ന ഒരു പേരാണ് ഈ വഹാബി എന്നുള്ള പദപ്രയോഗം. ആ പദപ്രയോഗമാണ്
അദ്ദേഹം ഇവിടെ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ ചാർത്തുകയും ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വഹാബിസം കൊണ്ട് വന്ന ആളായിട്ട് പ്രചരിപ്പിക്കുന്നു. എന്നാൽ ബറേലവികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ ഇട്ടിരിക്കുന്ന ഈ ഉദ്ധരണി മിഖ്യാസുൽ ഹനഫിയ്യത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഉദ്ധരണിയാണ്. ഗ്രന്ഥകാരന്റെ പേര് അതിൽ വ്യക്തമായുണ്ട്. ജുനൈദ് സമാൻ, പീർ തരീഖത്ത്, മുനാളിറെ ആലം, അബു അബ്ദുൽ വഹാബ്, മൗലാന മുഹമ്മദ് ഉമർ സിദ്ദീഖി എന്നാണ് പണ്ഡിതന്റെ പേര്. ഉമർ അച്ചേറബി എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടാറ്. ആള് നിസ്സാരക്കാരനായ ഒരു വ്യക്തിയല്ല. ബറേലവി സംഘത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളും അതുപോലെ തന്നെ അവരുടെ മുനാവറകളിലെ നിറസാന്നിധ്യവുമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഉമർ സിദ്ദീഖി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം മിഖ്യാസുൽ ഹനഫിയ്യത്ത് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം രചിച്ചിട്ട് അദ്ദേഹം ഒരു ഓഫർ നൽകുന്നുണ്ട്. ആ ഓഫർ അബ്ദുർ റഷീദ് സഖാഫി പത്തപ്പിരിയത്തിനെ പോലുള്ളവർക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ആ ഓഫർ എന്താണെന്ന് ഞാൻ താഴെ ഇടാം. ഈ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ഉള്ള ഒരു പേജാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് 1000 രൂപയ ഇനാം, 1000 രൂപ സമ്മാനം. ഇത് ആ ഗ്രന്ഥം രചിക്കുന്ന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച സമ്മാനമാണ്. ഇന്ന് അതിന്റെ മൂല്യം കോടികൾ വരും. അപ്പൊ അബ്ദുർ റഷീദ് സഖാഫിയെ പോലുള്ളവർക്ക് കോടികൾ കരസ്ഥമാക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ആവശ്യം ഏറ്റെടുക്കാം. കാരണം മുമ്പ് അബ്ദുർ റഷീദ് സഖാഫി ആരോ കോഴിക്കോട് അങ്ങാടിയുടെ ഭാഗത്തെങ്ങാണ്ട് ഏക്കർ കണക്കിന് തെങ്ങും തോട്ടം കൊടുക്കാം എന്ന് പറഞ്ഞു പോയി ചത്ത കാളയെയും കഴുതയുമായി ചെന്ന ആളായതുകൊണ്ട് അന്നത്തെ വിഷമം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിലൂടെ നിറവേറ്റാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്താണ് പറയുന്നത്? इस शख्स को दिया जाएगा जो इस किताब मिक़यास हनफियत का जवाब नंबरदार पेश करके शाये कर दे. മിഖ്യാസുൽ ഹനഫിയ്യത്ത് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന് മറുപടി എഴുതി ആരെങ്കിലും അയച്ചാൽ അവർക്ക് ഈ 1000 രൂപ സമ്മാനം കൊടുക്കാമെന്നാണ് ഉമർ സിദ്ദീഖി എന്ന് പറയുന്ന ബറേലവി പണ്ഡിതൻ പറയുന്നു. ഇന്ത്യ രാജ്യത്ത് ആരാണ് വഹാബിസം ആദ്യമായി കൊണ്ടുവന്നത് എന്ന് അദ്ദേഹത്തിന്റെ മിഖ്യാസുൽ ഹനഫിയ്യത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 3-ലധികം പേജുകളിലായി വിശദീകരിക്കുന്നു. അതിലെ ഒരു പേജാണ് ഞാൻ ഇവിടെ ഇട്ടത്. വിഷയം നീണ്ടുപോകും എന്ന് കരുതിയത് കൊണ്ടാണ് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഞാൻ ഇതിൽ വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗങ്ങൾ മാത്രം വായിച്ച് പറയാം. नजदी की सोहबत की तो रसाई भी गई और रंग भी जाता रहा. അതായത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനേക്കാൾ 9 വയസ്സ് ഇളയ ആളായിരുന്നു എന്നും ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി ഹജ്ജിന് പോയപ്പോൾ അവിടെ വെച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി കണ്ടുമുട്ടുകയും അവർ ചർച്ച നടത്തുകയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു എന്നുമാണ് അദ്ദേഹം ഈ 3-ലധികം വരുന്ന പേജുകളിലൂടെ സമർത്ഥിക്കുന്നത്.
ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായിട്ടുള്ള സഹവാസം മുഖേന ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ നിറം തന്നെ മാറിപ്പോയി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് के अकीदे की चंद किताबें बलाउल मुबीन व अंबिया व औलिया की तौहीन में शाइक ഇന്ത്യയിലേക്ക് എത്തിയ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വിശ്വാസമനുസരിച്ച് ചില ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽ പെട്ടതാണ് ബലാഉൽ മുബീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ. दहली में एक किशोर बर्पा हो गया. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറായപ്പോൾ ഡൽഹിയിൽ ഒരു സംസാര വിഷയമുണ്ടായി. ജനങ്ങളുടെ ഇടയിൽ സംസാരമായി ഷാഹ് വലിയുല്ലാഹ് വഹാബിയായി തീർന്നിരിക്കുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടായി. ചുനാഞ്ചെ ഹയാത്തെ തയ്യിബ के सफ़हा 12 पर दर्ज है. ഹയാത്ത് തയ്യിബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 12ാമത്തെ പേജിലുണ്ട് तमाम उलमाए इस्लाम ने मुत्तफिक तौर पर फतवा कुफर सादर किए तो शाह साहिब का बदी व इल्मी हबाअम मंशूरा हो गया. ഈ ഹയാത്ത് തയ്യിബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ന് ഡൽഹിയിലെ മുഴുവൻ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിക്കെതിരെ കുഫറിന്റെ ഫത്വ കൊടുത്തു. അദ്ദേഹത്തിന് അന്ന് വരെ ഉണ്ടായിരുന്ന ആ സ്ഥാനങ്ങളൊക്കെയും ധൂളികളായി മാറി. शाह साहिब ने अपने नए मजहब वहाबियत की इशाअत के वास्ते अपने खानदानी मजहब हनफी के नाम को बदल कर मुहम्मदी रख दिया. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുതിയ മദ്ഹബായ വഹാബിയത്തിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ സ്വന്തം മദ്ഹബായ ഹനഫി മദ്ഹബിന്റെ പേര് തന്നെ അദ്ദേഹം മാറ്റി. അദ്ദേഹം മുഹമ്മദി റഖ്ദിയ, മുഹമ്മദി എന്നുള്ള ഒരു പുത്തൻ മതം അദ്ദേഹം ഉണ്ടാക്കി. ഇതാണ് മിഖ്യാസ് ഹനഫിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒറിജിനൽ ബറേലവി എഴുതിയ ഗ്രന്ഥമാണ്. വെറും ബറേലവിയല്ല, അവരുടെ ഇടയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ്. ഇതിലൂടെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി വഹാബി ആശയം പ്രചരിപ്പിച്ച വ്യക്തി ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയാണ്. അദ്ദേഹത്തിനെതിരെ അന്നത്തെ ഡൽഹിയിലെ മുഴുവൻ പണ്ഡിതന്മാരും കുഫറിന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹനഫി മദ്ഹബിനെ തന്റെ സ്വന്തം കുടുംബത്തിന്റെ വിശ്വാസങ്ങളെയൊക്കെ വെട്ടെറിഞ്ഞുകൊണ്ട് മുഹമ്മദി എന്ന് പറയുന്ന ഒരു പുതിയ മതവും ഉണ്ടാക്കി. അപ്പം കാഫിറായ ഒരു വ്യക്തിയുടെ പേരിലാണ് അബ്ദുർ റഷീദ് സഖാഫി ഷാഹ് വലിയുല്ലാഹ് എന്ന് പറയുമ്പോൾ പലപ്പോഴും റഹിമഹുല്ലാ പറഞ്ഞത് എന്നുകൂടി അദ്ദേഹം ഓർക്കുക. ഇവിടെ പത്തപ്പിരിയം അബ്ദുർ റഷീദ് സഖാഫി തട്ടിപ്പ് നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് ബറേലവി പണ്ഡിതന്മാരുടെ ആശയങ്ങളോട് യോജിപ്പില്ല. എന്നിട്ട് സുന്നി ബറേലവികൾ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കബളിപ്പിക്കൽ നടത്താം എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവർക്ക് ഉത്തരേന്ത്യയിലെ ബറേലവികളുടെ വിശ്വാസങ്ങളുമായി യാതൊരുവിധ യോജിപ്പും പല വിഷയങ്ങളിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് അതൊക്കെയും പിറകെ നമ്മൾ വ്യക്തമാക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി വഹാബിസം പ്രചരിപ്പിച്ചത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയാണ് എന്ന് ഉമർ സിദ്ദീഖ് എഴുതി വെച്ചതിനെ കണ്ണിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞ് അദ്ദേഹം ഗ്രന്ഥം രചിച്ച് പ്രസിദ്ധീകരിച്ച് ഉത്തരേന്ത്യയിലോ ബറേലവികളുടെ ഇടയിൽ പ്രചരിപ്പിച്ചാൽ അദ്ദേഹത്തിന് 1 കോടി രൂപ കിട്ടും.
അതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹിയാണ് ഇന്ത്യയിൽ ആദ്യമായി വഹാബിസം പ്രചരിപ്പിച്ചതെന്ന് കിട്ടിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയാണ് ഇന്ത്യയിൽ ആദ്യമായി വഹാബിസം പ്രചരിപ്പിച്ചത് എന്ന് ഈ ഉമർ സിദ്ദീഖിയുടെ മാത്രം വാദമല്ല. ഡസൻ കണക്കിന് ബറേലവി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി മാത്രമല്ല, ഷാഹ് അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ചും ഷാ ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ചും ഇവർ പറഞ്ഞിട്ടുണ്ട്. അവർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോൾ വഹാബിസത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഷാ അബ്ദുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹി അതിനെ ഭൂമിയിലേക്ക് കുഴിച്ചിടുകയും ഷാ ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹി അതിന് വെള്ളവും വളവും നൽകി വളർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ബറേലവികളുടെ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം.